അതെ, ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഡിന്നറിന് കുറച്ച് ഗസ്റ്റ് വരുന്നത് കൊണ്ട് രാവിലെ 5 മണി മുതൽ രാത്രി ഒരു 7:30 വരെ നോൺ സ്റ്റോപ്പ് പണിയായിരുന്നു കേട്ടോ. 11 പേരാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ചോറിനുള്ള പരിപാടി വിറകടുപ്പിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഡെസേർട്ടിൻ്റെ പരിപാടിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട് സാലഡിനുള്ള ഒരു കസ്റ്റേർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 പാക്കറ്റ് പാല്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒഴിക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. എന്നിട്ട് ഇനി അതിന് ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവണം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സാലഡും പ്ലസ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഐസ്ക്രീമിനുള്ള പരിപാടിയാണ്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പാലും പഞ്ചസാരയും മിൽക്ക് പൗഡറാണ് 2 സാഷ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐസ്ക്രീമിന് വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എസൻസ് പോലും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും നമ്മളുടെ ഐസ്ക്രീമിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ചൂടാറാൻ വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചല്ലോ, അതിൽ നമ്മൾ ഒരുവിധം ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസൻസ് ചേർക്കുകയാണ്. വാനില എസൻസ് ഒരു 1-2 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമ്മുടെ രാവിലത്തെ പരിപാടി, ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി ഇതിലേക്ക് റെഡിയാക്കുകയാണ്. അതവിടെ കുക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഐസ്ക്രീമിനുള്ള പരിപാടി നോക്കാം. ഇവിടെ ഞാൻ കേക്കിന് യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം വിവോൻ്റെ പ്രിസ്റ്റീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്കിന് വേണ്ടി വിപ്പ് ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫാക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം കൺസിസ്റ്റൻസി ആക്കിയാൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലേ, അത് ഇതിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫ്രൂട്ട് സാലഡിൻ്റെ കസ്റ്റേർഡ് ഇപ്പോൾ ചൂടാറിയിട്ട് നല്ല ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ ഫ്രൂട്ട് സാലഡിനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. സാധാരണ നമ്മൾ ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഞാൻ ഡെസേർട്ട് ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിന് നമുക്ക് തലേ ദിവസം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. നമ്മൾ കേക്കിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ കേക്ക് കൊണ്ട് കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ എല്ലാം കൂടെ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെയും ഫ്രിഡ്ജിൽ കയറ്റാം. ഇനി നമ്മൾ 1 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി എല്ലാം നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗസ്റ്റിനുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 12 മണിക്ക് ശേഷമാണ് കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈക്കുള്ള ബോൺലെസ് ചിക്കനാണ്. അത് മാരിനേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്.
നമ്മൾ വിറകടുപ്പിലാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. സവാളയും തക്കാളിയും എല്ലാം നന്നായി വഴറ്റുന്ന സമയം കൊണ്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് നൂലപ്പത്തിനുള്ള മാവ് കൂടി കുഴച്ചൊന്ന് സെറ്റാക്കി വെക്കാം. ബിരിയാണി അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ വെക്കുന്നത് നമ്മൾ സാധാ ചിക്കൻ കറിയാണ്. ഇതേ സമയം നമ്മൾ ഗ്യാസിൽ നൂലപ്പം ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നൂലപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞതും നമ്മൾ അടുത്ത പരിപാടി കടന്നിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കൽ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ഒരു കുഞ്ഞു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ ഉലർത്തിയത് ഉണ്ടാക്കാനാണ്. അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിതിന് നെയ്യിൽ തേങ്ങാക്കൊത്തും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഉലർത്തിയതും റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി ചിക്കൻ ഫ്രൈ, അതും ഏകദേശം ആയി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി സെറ്റാക്കി ഡൈനിങ് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ചപ്പാത്തി, നൂലപ്പം, പിന്നെ നമ്മുടെ ചിക്കൻ കറി, ചിക്കൻ ഉലർത്തിയത്, ചിക്കൻ ഫ്രൈ, സാലഡ്, പിന്നെ ഡെസേർട്ട് ഐറ്റംസായ നമ്മുടെ ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും. ഇനി നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ കെൽ സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലറിലെ മേക്കപ്പ് ആർട്ടിസ്റ്റായ നമ്മുടെ ഐശ്വര്യ പ്രദീപും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സും വീഡിയോ എഡിറ്റേഴ്സും ഒക്കെയാണ് നമ്മുടെ ഗസ്റ്റായിട്ടെന്നുള്ളത്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 10:30 അവർ തിരിച്ചു പോയത്. അപ്പോൾ അവർ നല്ല അഭിപ്രായം പറഞ്ഞു, അവരും ഹാപ്പി, അപ്പം നമ്മൾ ഹാപ്പി.